വെൽക്കം ടു PSC എഡ്യു വാലി. ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാം സ്പെഷ്യൽ സീരീസിനകത്താണ്. ആദ്യത്തെ 2 ഭാഗങ്ങളിൽ നമ്മൾ ഒരു PYQ സെലക്ട് ചെയ്തെടുത്ത് അതിലെ ചോദ്യങ്ങൾ ആൻസർ ചെയ്തു, അതിൽ നിന്നുള്ള കണക്റ്റിംഗ് ഫാക്റ്റുകൾ നോക്കി. അങ്ങനെയുള്ളൊരു സീരീസ് വരുന്ന ദിവസങ്ങളിലുണ്ട്. PYQ പ്ലസ് കണക്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ സെഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ആയിട്ട് ഓരോ കണ്ടന്റും എന്താണെന്ന് ക്ലിയർ ആക്കുന്ന തരത്തിലുള്ള ചെറിയ വീഡിയോസും. ആ വീഡിയോസിന്റെ പേര് കൊടുത്തിട്ടുള്ളത് കീ പോയിന്റ് ടു റിമെമ്പർ എന്നാണ്. എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട വേർഡിനകത്തെ ഏകദേശം 40-50 കാര്യങ്ങളുണ്ട്. അതിനെ സോർട്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് ഡിഫറെന്റ് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് അതിന്റെ 3ാമത്തെ ഭാഗമാണ്. കീ പോയിന്റ് ടു റിമെമ്പർ എന്ന സെഷനകത്ത് 3ാമത്തെ ഭാഗമാണ്. ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാം സീരീസുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ടൈപ്പ് വീഡിയോസ് ആണ് ഉള്ളത്. ഒന്ന് സെലക്ടഡ് PYQ പ്ലസ് കണക്റ്റിംഗ് ഫാക്ട്, ദെൻ ഇവിടെ കീ പോയിന്റ് ടു റിമെമ്പർ. അപ്പോൾ ആദ്യത്തെ പാർട്ടിനകത്ത് ക്ലിപ്പ് ആർട്ട്, ക്ലിപ്പ് ബോർഡ് പോലെയുള്ള കാര്യങ്ങൾ, വേർഡ് ആർട്ട്, അതുപോലെ ഡ്രോപ്പ് ക്യാപ്പ്, സ്മാർട്ട് ആർട്ട് പോലെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ പാർട്ടിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 2ാമത്തെ പാർട്ടിനകത്ത് ടൈറ്റിൽ ബാർ, ഓഫീസ് ബട്ടൺ പോലെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ചു. ഇനി ഈ ഒരു പാർട്ടിനകത്ത് നമ്മൾ ഈ കാണുന്ന ഹെഡർ, ഫൂട്ടർ, ഫുട് നോട്ട്, എൻഡ് നോട്ട്, സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് പോലെയുള്ള ഒരുപോലെ തോന്നിക്കുന്ന എന്നാൽ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകളാണ് നോക്കുന്നത്. ഈ ഒരു കീ പോയിന്റ് ടു റിമെമ്പർ എന്നുള്ള ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേർഡിനകത്തെ ഫീച്ചറുകളെ മനഃപ്പാഠമാക്കുക എന്നതാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. ഇന്ന് ഈ ഒരു 6 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡർ ആണ് നമുക്കുള്ളത്. ഇൻസേർട്ട് ടാബിനകത്ത് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്താണ് ഹെഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. ഇനി എന്താണ് ഹെഡർ? ഇറ്റ് ഈസ് എ ടെക്സ്റ്റ് that is placed at the top of every page. എല്ലാ പേജിലും പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു ഡോക്യുമെന്റിനകത്തെ എല്ലാ പേജിലും എന്തെങ്കിലും ഒരു കണ്ടന്റ് പ്രിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ആ ഒരു കണ്ടന്റ് ടോപ്പാണ് അതിന്റെ പൊസിഷൻ. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ടോപ്പ് മാർജിന്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് എന്തെങ്കിലും ഒരു കണ്ടന്റ് എല്ലാ പേജിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുക. ആൻഡ് എന്തൊക്കെ കാര്യങ്ങൾ ഹെഡർ ആയിട്ട് ആഡ് ചെയ്യാം? പേജ് നമ്പർ, ക്വിക്ക് പാർട്ട്, ഡേറ്റ് ആൻഡ് ടൈം, ഇമേജ്, ക്ലിപ്പ് ആർട്ട്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഹെഡർ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് ഹെഡർ ആയിട്ട്? നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അതുപോലെ പേജ് നമ്പർ ആഡ് ചെയ്യാം, ക്വിക്ക് ആർട്ട്, ഡേറ്റ് ആൻഡ് ടൈം, ഇമേജ്, ക്ലിപ്പ് ആർട്ട് പോലെയുള്ള കാര്യങ്ങൾ ഹെഡർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെഡർ കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹെഡർ മാർജിൻ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഫ്രം ദി ടോപ്പ് എത്രയാണ്? 1.25 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഏതാണ് യൂണിറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക, സെന്റിമീറ്ററിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഒരു ഡോക്യുമെന്റിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ പ്രിന്റ് ചെയ്തു വരുന്ന പൊസിഷൻ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹെഡർ. ഹെഡ് തലയുടെ ഭാഗം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ മുകളിലാണെങ്കിലാണ് ആ ഒരു ഹെഡർ എന്ന് പേരുള്ളത്. സെയിം കണ്ടന്റ് തന്നെയാണ് ഫൂട്ടർ. ഇത്തരത്തില് ഒരു കണ്ടന്റ് നമ്മളുടെ ബോട്ടം ലൈനിൽ താഴെ ആയിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. ഇൻസേർട്ട് ടാബിനകത്തെ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് തന്നെയാണ്. ആൻഡ് എന്താണ് ഈ പറഞ്ഞ പേജ് നമ്പർ, ക്വിക്ക് പാർട്ട്, ഡേറ്റ് ആൻഡ് ടൈം എല്ലാം ഇവിടെയും ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫൂട്ടറിന്റെ കാര്യമാണ് കണക്ട് ചെയ്ത് പറഞ്ഞത്. കണ്ടന്റ് ക്ലിയർ ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ ഫൂട്ടറിൽ തന്നെ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഡിഫറെന്റ് ഫസ്റ്റ് പേജ്, അതുപോലെ ഡിഫറെന്റ് ഓഡ് ആൻഡ് ഈവൻ. ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഓൾറെഡി ഇത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എന്നാലും പറയുകയാണ്, ഡിഫറെന്റ് ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്ക് ആയിട്ട് ഒരു ഫസ്റ്റ് പേജിന് യുണീക്ക് ആയിട്ട് ഒരു ഹെഡറും ഫൂട്ടറും കൊടുക്കുന്നു. ഓക്കെ, ഹെഡർ ആവാം, ഫൂട്ടർ ആവാം, 2 വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇനി ഡിഫറെന്റ് ഓഡ് ആൻഡ് ഈവൻ എന്നത് എന്താണ്? ഓഡ് നമ്പേർഡ് പേജുകൾക്ക് ഒരു തരത്തിലുള്ള ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ, ആൻഡ് ഈവൻ നമ്പേർഡ് പേജിന് മറ്റൊരു ടൈപ്പ് ഹെഡറോ ഫൂട്ടറോ നൽകുന്നതാണ് ആ ഒരു കാര്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡറും ഫൂട്ടറും ക്ലിയർ ആണ്. ഇനി അടുത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട ഹെഡർ ആൻഡ് ഫൂട്ടറുമായി ബന്ധപ്പെട്ട കോണ്ടെക്സ്റ്റുവൽ ടാബ് ആണ് അടുത്തത് ഓർക്കേണ്ടത്. ഏതാണ്? ഡിസൈൻ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റുവൽ ടാബ് ആണ് ഹെഡർ ആൻഡ് ഫൂട്ടറുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ ക്ലിയർ ആണ്, എന്തെങ്കിലും ഒരു കണ്ടന്റ് ത്രൂ ഔട്ട് ദ ഡോക്യുമെന്റ് ടോപ്പിൽ ഒരു കണ്ടന്റ് പ്രിന്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹെഡർ ആണ്. ബോട്ടത്തിലാണ് ആ ഒരു കണ്ടന്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ഫൂട്ടർ ആണ്.
ക്ലിയർ ആണ്. ഇനി അടുത്തത് ഫുട് നോട്ടാണ്. ഓക്കെ, ഇപ്പൊ തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചത് ഹെഡറും ഫൂട്ടറുമാണ്, ഇൻസേർട്ട് ടാബിനകത്തെ കണ്ടന്റ് ആണ്. ആൻഡ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫുട് നോട്ടാണ്. എവിടെയാണ്? റെഫറൻസ് ടാബിനകത്തെ ഫുട് നോട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്താണ് ഈ ഒരു ഫുട് നോട്ട് എന്ന് പറയുന്ന ഫീച്ചർ ഉള്ളത്. ഇനി എന്താണ് എ ഫുട് നോട്ട്? ഇസ് എ നോട്ട് ദാറ്റ് അപ്പിയർ അറ്റ് ദ ബോട്ടം ഓഫ് എ പേജ്. അത് ഓർക്കുക, ബോട്ടം ഓഫ് എ പേജ് ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ റൈറ്റർ ടു സൈറ്റ് അതർ ഓതർ പബ്ലിക്കേഷൻ ഇൻ ദെയർ ഡോക്യുമെന്റ്. കുറച്ചുകൂടെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുട് നോട്ട് എന്താണ്? നമ്മളുടെ ആ ഒരു ബോട്ടം ലൈനിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ തരുന്നതാണ്. അതായത് ഫുട് നോട്ടിന്റെ ആപ്ലിക്കേഷൻ പറയാം. ഇവിടെ കാണുന്ന പോലെ ഈ ബ്ലോഗിംഗ് ഡേയ്സിന് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് 2 എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ സ്ക്രീൻ പ്രിന്റിന് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് 1 എന്ന് എഴുതിയിട്ടുണ്ട്. അത്തരത്തില് ഈ 1, 2 എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ആ കണ്ടന്റുകൾ അതേ പേജിന്റെ താഴെ തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. ആ കണ്ടന്റ് എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അത് മെൻഷൻ ചെയ്തിട്ടുള്ള അതേ പേജിന്റെ തന്നെ ബോട്ടം ലൈനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫുട് നോട്ട് എന്ന് പറയുക. എവിടെയാണോ ഇത്തരത്തിൽ സൈറ്റ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിന് സൈറ്റ് ചെയ്യാന്ന് പറയും. ഓക്കെ, അപ്പൊ എവിടെയാണോ സൈറ്റ് ചെയ്തിട്ടുള്ളത്, ആ സൈറ്റ് ചെയ്ത അതേ പേജിന്റെ തന്നെ താഴെയാണെങ്കിൽ അതിനെയാണ് ഫുട് നോട്ട് എന്ന് പറയുന്നത്. ഒരു കമ്പാരിസന്റെ ആവശ്യമുണ്ട്. ഫൂട്ടർ എന്തായിരുന്നു? എന്തെങ്കിലും ഒരു കണ്ടന്റ്, ആ കണ്ടന്റുകൾ ഏതൊക്കെയാവാം നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും ഒരു കണ്ടന്റ് ത്രൂ ഔട്ട് എല്ലാ പേജിന്റെയും ബോട്ടം ലൈനിൽ പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഫൂട്ടർ. ആൻഡ് ഫുട് നോട്ട് എന്താണ്? ഒരു കണ്ടന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ആ ഒരു കണ്ടന്റിനെ സൈറ്റ് ചെയ്തിട്ടുള്ള അതേ പേജിന്റെ താഴെ വരുന്നുണ്ടെങ്കിൽ അതാണ് ഫുട് നോട്ട്. വ്യത്യാസം ക്ലിയർ ആണ്. ത്രൂ ഔട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് എല്ലാ പേജിലും ഒരുപോലെ താഴെ പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫൂട്ടർ ആണ്. ആൻഡ് ഓൾറെഡി ഒരു കാര്യത്തെ സൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്ന സമയത്ത് അതിനകത്ത് പരിചയമില്ലാത്ത അല്ലെങ്കിൽ പുതിയ വേർഡുകൾക്ക് ചിലപ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്ത് 1, 2, 3 എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ 1, 2, 3 എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ, സ്ട്രെസ് ചെയ്ത് ഓർത്ത് വെക്കുക, ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ദി സൈറ്റഡ് ഐറ്റം എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അതേ പേജിന്റെ തന്നെ താഴെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫുട് നോട്ടാണ്. ആൻഡ് ഇത്തരത്തില് വലിയൊരു ഡോക്യുമെന്റിനകത്ത് ഒരുപാട് കാര്യങ്ങളെ ഇങ്ങനെ 1, 2, 3, 4 എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ആ കാര്യങ്ങളെ എല്ലാം കൂടെ ആ ഒരു ചാപ്റ്റർ അവസാനിച്ചതിന് ശേഷം എല്ലാം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എൻഡ് നോട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫുട് നോട്ടും എൻഡ് നോട്ടും ക്ലിയർ ആണ്, ഒരുമിച്ച് പഠിക്കേണ്ട കാര്യമാണ്. ഒരു കണ്ടന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് യൂസറുമായിട്ട് കൺവേ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു 4 പേജുള്ള ഒരു ഡോക്യുമെന്റ് ആണെങ്കിൽ ആ 4 പേജും കഴിഞ്ഞ് അവസാനത്തെ പേജിലാണ് ഇത്തരത്തില് സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ എന്താണെന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കണ്ടന്റിനെയാണ് എൻഡ് നോട്ട് എന്ന് പറയുക. സോ എൻഡ് നോട്ടിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക, ഓൾട്ട് കൺട്രോൾ ഡി. ഓക്കെ, ഓൾട്ട് കൺട്രോൾ ഡി ആണ് എൻഡ് നോട്ടിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. ഇനി ഫുട് നോട്ടിന്റെ ഷോർട്ട് കട്ട് നോക്കുക, എന്താണ്? ഓൾട്ട് കൺട്രോൾ എഫ് ആണ്. പഠിക്കാൻ എളുപ്പമാണ്. ഓൾട്ട് കൺട്രോൾ എഫ്, ഫുട് നോട്ട് എഫ് എന്നുള്ള രീതിയിൽ ഓർക്കുക. ഓൾട്ട് കൺട്രോൾ എഫ് ആണ് ഷോർട്ട് കട്ട് വരുന്നത്. എൻഡ് നോട്ടിന്റെ ഷോർട്ട് കട്ട് നമ്മൾ കണ്ടു, ഓൾട്ട് കൺട്രോൾ ഡി ആണ്. എൻഡ് നോട്ടും എവിടെ തന്നെയാണ്? റെഫറൻസ് ടാബിനകത്ത് ഫുട് നോട്ട് ഗ്രൂപ്പിൽ തന്നെയാണ്. ഓക്കെ, എൻഡ് നോട്ട് എവിടെയാണ്? ഡോക്യുമെന്റിന്റെ അവസാനമാണ് ഉണ്ടായിരിക്കുക. എൻഡ് നോട്ട് എവിടെയാണ്? ഡോക്യുമെന്റിന്റെ അവസാനമായിരിക്കും. ഫുട് നോട്ട് എവിടെയാണ്? ഫുട്ട് എന്ന് പറയുന്നത് നമ്മളുടെ പാദം, ആ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ പേജിന്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ബോട്ടം ലൈൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക, മാറിപ്പോവരുത്. ഹെഡ് നോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, ഫുട് നോട്ടും എൻഡ് നോട്ടും മാത്രമാണുള്ളത്. ആൻഡ് നേരത്തെ പറഞ്ഞത് ഹെഡർ ആൻഡ് ഫൂട്ടർ ആണ്. ക്ലിയർ ആണ്? ഓക്കെ, ഇനി അടുത്ത ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന അടുത്ത കണ്ടന്റ് ആണ് സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് സബ്സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. ഹോം ടാബിനകത്താണ് സബ്സ്ക്രിപ്റ്റ് ഉള്ളത്. ഹോം ടാബിനകത്ത് ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്താണ് സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും ഉള്ളത്. ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്തും അവൈലബിൾ ആണ്. ഇനി ഇതെന്താണ്? ഈ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഫോണ്ട് എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് എഫക്റ്റ് ആണ് സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും. എ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയർ ലിറ്റിൽ ബിലോ ദ നോർമൽ ടെക്സ്റ്റ് ലൈൻ എന്നാവാം. അല്ല എന്നുണ്ടെങ്കിൽ എ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയർ ലിറ്റിൽ ബിലോ ദി
ബേസ് ലൈൻ എന്നാവാം. ഇങ്ങനെ രണ്ട് തരത്തിലും ചോദ്യങ്ങൾ ഉണ്ടാവാം. സോ ക്ലിയർ ആണ്. നമ്മൾ നോർമൽ ആയിട്ട് എഴുതുന്നതിനെയാണ് നോർമൽ ടെക്സ്റ്റ് ലൈൻ. ഈ കാണുന്നതെല്ലാം നോർമൽ ടെക്സ്റ്റ് ലൈനിലാണ് എഴുതിയിട്ടുള്ളത്, ഒരേപോലെയാണ് ഉള്ളത് അല്ലേ. സോ അതിന് താഴെയായിട്ട് വരുന്നതാണ് സബ്സ്ക്രിപ്റ്റ്. ഓർത്തിരിക്കുക, നമ്മൾ H2O H2SO4 എന്നൊക്കെ എഴുതുന്ന സമയത്ത് ഈ രണ്ട് എച്ചിന് താഴെയായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. സോ എച്ച് നേരെയാണ് എഴുതിയിട്ടുള്ളത്, അതാണ് നോർമൽ ടെക്സ്റ്റ് ലൈൻ. അതിന് താഴെയാണ് രണ്ടുള്ളത്, സോ അതെന്താണ്, സബ്സ്ക്രിപ്റ്റ് ആണ്. കൺട്രോൾ ഈക്വൽ ടു ആണ് അതിന്റെ ഷോർട്ട് കട്ട്. ഓക്കെ, സബ്സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് ആണ് പറഞ്ഞത്, കൺട്രോൾ ഈക്വൽ ടു. എവിടെയാണ്, ഹോം ടാബിനകത്ത് ഫോണ്ട് ഗ്രൂപ്പിനകത്താണ്. എവിടെയും കൂടെ ഉണ്ട്, ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്തും കൂടെ നമുക്ക് എടുക്കാം. ആൻഡ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫോണ്ട് എഫക്റ്റ് ആണ്. ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും ഫോണ്ട് എഫക്റ്റ് ആണ്. സബ്സ്ക്രിപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്, എ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയർ ലിറ്റിൽ ബിലോ എന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. താഴെയുള്ളതാണ് സബ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ലിറ്റിൽ ബിലോ ദി നോർമൽ ടെക്സ്റ്റ് ലൈൻ അല്ലെങ്കിൽ ബിലോ ദി ബേസ് ലൈൻ എന്നൊക്കെ പറയുന്നത് ഏതാണ്, സബ്സ്ക്രിപ്റ്റ് ആണ്. ക്ലിയർ ആണ്. ദെൻ അടുത്ത കാര്യമാണ് സൂപ്പർസ്ക്രിപ്റ്റ്. എവിടെയാണ്, ഈ സൂപ്പർസ്ക്രിപ്റ്റും ഹോം ടാബിനകത്ത് ഫോണ്ട് ഗ്രൂപ്പിനകത്താണ്. എവിടെ നിന്നും കൂടെ ആക്സസ് ചെയ്യാം, ഫോണ്ട് ഡയലോഗ് ബോക്സ് വഴിയും നമുക്ക് ആക്സസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇതും എന്താണ്, ഫോണ്ട് എഫക്റ്റ് ആണ്. ആൻഡ് ഇവിടെ വ്യത്യാസം എന്താണ്, ലിറ്റിൽ എബോ ആണ് അല്ലേ. നേരത്തെ നമ്മൾ പഠിച്ചത് എ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയർ ലിറ്റിൽ ബിലോ എന്നാണ്. ഇവിടെ എന്താണ്, എ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയർ ലിറ്റിൽ എബോ നോർമൽ ടെക്സ്റ്റ് ലൈൻ അല്ലെങ്കിൽ ബേസ് ലൈൻ എന്നാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ടെക്സ്റ്റ് ലൈനിന് താഴെ എഴുതുന്ന കണ്ടന്റ് ആണ്. ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ടെക്സ്റ്റ് ലൈനിന് മുകളിലായിട്ട് എഴുതുന്നതാണ്. സോ എക്സാമ്പിൾ നമുക്കറിയാം, A² B² എന്നൊക്കെ എഴുതുന്നത് സൂപ്പർസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ഷോർട്ട് കട്ട് കൂടെ ഓർത്തിരിക്കുക, കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ ടു ആണ് ഷോർട്ട് കട്ട്. ഓർ അതർവൈസ് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എന്ന് പറയുന്നതും സെയിം ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുക. ചില എക്സാമിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എന്ന് കാണാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ ടു ഓർ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് സൂപ്പർസ്ക്രിപ്റ്റിന്റെ ഷോർട്ട് കട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചെറിയ കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞപ്പോൾ ഒരുപാട് ചെറിയ കാര്യമാണ്, പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ആൻസർ തെറ്റിക്കുന്ന കണ്ടന്റും കൂടെയാണ്. അപ്പൊ അത്തരത്തിലുള്ള കണ്ടന്റുകളാണ് നമ്മൾ കീ പോയിന്റ് ടു റിമെമ്പർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. നോക്കുക, ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കിയത് ഹെഡറും ഫൂട്ടറും ആണ്. എവിടെയാണ് ഹെഡറും ഫൂട്ടറും, എവിടെയാണ്, ഇൻസേർട്ട് ടാബിനകത്തായിരുന്നു. ആൻഡ് ഫൂട്ട് നോട്ടും എൻഡ് നോട്ടും എവിടെയായിരുന്നു, റെഫറൻസ് ടാബിനകത്താണ്. ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും തിരിഞ്ഞാണ് പറഞ്ഞത്. സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും എവിടെയാണ്, അത് ഹോം ടാബിനകത്താണ്. ഇനി ഹെഡർ എന്താണ്, ടോപ്പിൽ എഴുതുന്ന ഒരു കണ്ടന്റ് ആണ്. ത്രൂ ഔട്ട് ആ ഡോക്യുമെന്റിൽ ടോപ്പിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഹെഡർ. അതേ കാര്യം തന്നെ ത്രൂ ഔട്ട് ദ ഡോക്യുമെന്റ് ആ ഒരു പേജിന്റെ ബോട്ടം ലൈനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫൂട്ടർ ആണ്. ആൻഡ് ഫൂട്ട് നോട്ടിൽ എന്താണ്, ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് സൈറ്റഡ് ഐറ്റത്തിന്റെ. ഇങ്ങനെ 1 2 3 എന്നിങ്ങനെ സൂപ്പർസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യം എന്താണ് എന്നുള്ളത് അതേ പേജിന്റെ തന്നെ ബോട്ടം ലൈനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫൂട്ട് നോട്ടാണ്. എൻഡ് നോട്ട് എന്താണ്, എൻഡ് ഓഫ് ഡോക്യുമെന്റ്. എൻഡ് ഓഫ് ഡോക്യുമെന്റിനെ നമുക്ക് ED എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, എൻഡ് ഓഫ് ഡോക്യുമെന്റിലാണ്, ഡോക്യുമെന്റിന്റെ അവസാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് എൻഡ് നോട്ട് ആണ്. ഇനി സബ്സ്ക്രിപ്റ്റ് എന്താണ്, നോർമൽ ടെക്സ്റ്റ് ലൈനിൽ താഴെ ഒരു കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബിലോ ദി നോർമൽ ടെക്സ്റ്റ് ലൈൻ BN എന്ന് കൊടുക്കാം. ബിലോ ദി നോർമൽ ടെക്സ്റ്റ് ലൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു താഴെയാണ് കണ്ടന്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് BB എന്ന് പറയാം. എന്താണ്, ബിലോ ദി ബേസ് ലൈൻ. ഓക്കെ, ബിലോ ദി ബേസ് ലൈൻ അല്ലെങ്കിൽ ബിലോ ദി നോർമൽ ടെക്സ്റ്റ് ലൈൻ എന്നൊക്കെ പറയുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ്. ആൻഡ് സൂപ്പർസ്ക്രിപ്റ്റ് എന്താണ്, എബവ് ദി നോർമൽ ടെക്സ്റ്റ് ലൈൻ AN അല്ലെങ്കിൽ AB. എന്താണ്, എബവ് ദി ബേസ് ലൈൻ. സോ എങ്ങനെയാണ് ഞാൻ ഇതിനെ ഗ്രൂപ്പ് ചെയ്തത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപോലെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ചെയ്യിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നേരത്തെയുള്ള പാർട്ടുകളും ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് പാർട്ടുകൾ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഇതുപോലെ
എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് സെലക്ടഡ് PYQ പ്ലസ് കണക്ടിങ് ഫാക്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ സെക്ഷൻസ് അങ്ങനെയുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലെങ്കിൽ കീ പോയിന്റ് ടു റിമെമ്പർ എന്ന് പറയുന്ന തരത്തിൽ ഇങ്ങനെയും ഒരു സീരീസ് പാരലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ 2 വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒന്ന് സെലക്ടഡ് PYQ, ഒന്ന് ഇതുപോലെയുള്ള തിയറി ക്ലാസ് പോലെയുള്ളതായിരിക്കും. ഓക്കെ ഫൈൻ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് നമ്മളുടെ ഫാമിലിയിൽ മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ.